സോ ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ മലേഷ്യയിൽ നിന്ന് പോവുകയാണ്. രാത്രി 10:30 നമ്മളെ ഫ്ലൈറ്റ്. മണി 12:30 ആയതേ ഉള്ളൂ ഉച്ചയ്ക്ക്. നമുക്കിനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ വേണ്ടി അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അങ്ങോട്ട് പോവുകയാണ്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇവിടെ വന്ന് ബാഗ് കൊടുത്തുകൊണ്ട് നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോകാൻ. ഇവിടെ നിന്ന് എയർപോർട്ട് വരെ ഏകദേശം ഒരു 60 കിലോമീറ്റർ ഉണ്ട്. 1.5 മണിക്കൂർ എടുക്കും. ഗ്രാബ് ബുക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ നല്ല മഴ. അത് കണ്ട, മലേഷ്യ ഫുള്ള് മഴ. എനിവേ, അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നലെ കഴിച്ച റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മൾ ഇതാ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാ ഇന്ത്യൻ കുസിൻ. ഇതാ ഈ അമ്പലമുണ്ട്, ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. സോ അങ്ങനെ നമ്മൾ ഇന്നലത്തെ പോലെ ചിക്കൻ ബിരിയാണി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇത് ചിക്കൻ വറുവൽ എന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ചിക്കൻ പെരട്ടാണെന്ന്. ഇന്നലെ ഈ സെയിം സാധനം വരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ സംഭവം ഫ്രണ്ടിൽ ഒരുപാട് സാധനമുണ്ട്, ഏതെടുത്താലും ഒരേ വിലയാണ്. ചിക്കൻ പെരട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ ചിക്കൻ പെപ്പറുണ്ട്. എല്ലാത്തിനും 12 റിങ്കറ്റാണ് റേറ്റ്. സോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതെല്ലാം കൂടി 27 റിങ്കറ്റായി. എന്ന് പറയുമ്പോൾ ഒരു 540 രൂപ. ഇനി നമ്മളെ റൂമിൽ പോയിട്ടാണ് ബാഗ് എടുത്തുകൊണ്ട് ഗ്രാബ് ബുക്ക് ചെയ്യാൻ. എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഗ്രാബിന് 70 റിങ്കറ്റായി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എത്ര റിങ്കറ്റ് ആവുമെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 65-70 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് നേരെ നമ്മുടെ ഹോട്ടലിൽ പോയിട്ട് ഗ്രാബ് ബുക്ക് ചെയ്യാം. നമ്മൾ നമ്മുടെ ഹോട്ടലിനോട് ഇവിടെ വാങ്ങി ഇതാ പോവുകയാണ്. നമ്മളെ ഗ്രാബ് വന്നു. ഇവിടെ നിന്ന് ഒരു 60 കിലോമീറ്റർ കണ്ടുണ്ട്. നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ നിന്ന് 1.5 മണിക്കൂർ എടുത്ത്. നമുക്ക് എല്ലാം കൂടെ ആയത് 80 റിങ്കറ്റ് ആണ്. നമ്മളെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് രാത്രി 10 മണിക്കാണ്. ഇനി ഒരു 5 മണിക്കൂർ എന്തോ ഉണ്ട്. നമ്മളിനി വെയിറ്റ് ചെയ്യണം. ഇതാണ് എയർപോർട്ടിന്റെ എൻട്രൻസ്. നല്ല തിരക്കുണ്ട്. തമിഴ്നാട് ഫ്ലൈറ്റൊക്കെ ആണെന്ന് തോന്നുന്നു ഒരുപാട് പോണത്. നമുക്ക് രാത്രിയാണ് ഫ്ലൈറ്റ്. മണി 5 ആവാൻ പോണതേ ഉള്ളൂ. നമ്മളെ ഫ്ലൈറ്റ് 10 മണിക്കാണ്. അതുവരെ ഇവിടെ കറങ്ങി തിരിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ വന്നത് എന്തെന്ന് വെച്ചാൽ വെറുതെ റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ച്. കോലാലംപൂർ എയർപോർട്ട് എന്നാണ് പേരെങ്കിലും കോലാലംപൂരിലേക്ക് ഇവിടെ നിന്ന് 70 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം. ഇവിടെ ബർഗർ കിങ് ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് അഫോർഡബിൾ ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ പോയി നോക്കണം. എന്നിട്ട് നമ്മൾ വണ്ടി പറഞ്ഞവരോട് വെയിറ്റ് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ വീണ്ടും ഫസ്റ്റ് ഇവിടെ വന്ന് കഴിച്ച റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. ലിഫ്റ്റ് മാറിക്കറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്, ABC 1 ബ്രിസ്റ്റോ. ഇവിടെ നമ്മളെ ഇന്ത്യൻ ഫുഡൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടും. അഫോർഡബിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ കിട്ടുന്നതിനെക്കാട്ടി ലാഭത്തിന് കിട്ടും. ഓക്കെ, നമുക്ക് പോയി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അങ്ങനെ കഴിക്കാൻ വന്നിരുന്നപ്പോഴാണ് ഒരു മെയിൽ വന്നത്. നമ്മളെ ഫ്ലൈറ്റ് 1 മണിക്കൂറും കൂടെ ഡിലേ ആണെന്ന്. 10:30 പോയിരുന്ന ഫ്ലൈറ്റ് 11:30 പോകും. അപ്പോൾ ഇനിയും ഇവിടെ വെയിറ്റ് ചെയ്യണം. മണിയാണെങ്കിൽ 6 ആയതേ ഉള്ളൂ. ഇനി 4 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മേളിൽ പോകുമ്പോൾ 1 മണിക്കൂറാവും. പിന്നെ അവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടോ നോക്കാം. പൊറോട്ടയുണ്ട്, ദോശയുണ്ട്, മസാല ദോശയുണ്ട്. പൊറോട്ടയ്ക്ക് 2 റിങ്കറ്റ് 50 പൈസ. പ്ലെയിൻ ദോശയ്ക്ക് 4 റിങ്കറ്റ് 40 പൈസ. ഇഡ്ഡലി സെറ്റിന് 4 റിങ്കറ്റ് 40 പൈസ. ഇതൊക്കെയാണ് റേറ്റ്. സോ അങ്ങനെ നമ്മൾ പൊറോട്ടയാണ് പറഞ്ഞത്, വേറെല്ലാം നല്ല റേറ്റ്. പൊറോട്ട ക്രിസ്പി പൊറോട്ടയാണ്. ചിക്കൻ്റെ കറി, ഇത് സാമ്പാറാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് പൊറോട്ട കഴിച്ചു വെക്കാം. ഒരു പൊറോട്ടയ്ക്ക് 2.50 റിങ്കറ്റാണ്. എന്തായാലും പൊറോട്ടയും സാമ്പാറും കൂടെ കഴിച്ചു വെക്കാം. ചൂടാണ്ട് ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല. പൊറോട്ടയും സാമ്പാറും കൊള്ളാം, കുഴപ്പമില്ല. പൊറോട്ടയും നമുക്ക് ചിക്കൻ കറിയും കൂടെ കഴിച്ചു വെക്കാം. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ അമ്മ മീൻ കറിയാണ് തന്നെന്ന് തോന്നുന്നു, മീനിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം. സോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമുക്കായത് 17.50 റിങ്കറ്റാണ്. എന്ന് പറയുമ്പോൾ ഒരു 340 രൂപ. 6 പൊറോട്ടയ്ക്ക് അത് 340 രൂപ. റേറ്റൊക്കെ കൂടുതലാണ് ഗൈസ്. പിന്നെ വെള്ളത്തിനും അമ്മമാർ പൈസ വാങ്ങിച്ചു. ഒരു ഗ്ലാസ് വെള്ളത്തിന് 0.50 റിങ്കറ്റ്. അങ്ങനെ 3 ഗ്ലാസ് വെള്ളത്തിന് 1.50 റിങ്കറ്റ്. 99 പൈസ SST അതും വാങ്ങിച്ചു. എല്ലാം കൂടിയാണ് 14.50 ഗൈസ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കടയിൽ ഡോണറ്റ് കണ്ടു ഗൈസ്. മിനി ഡോണറ്റ് നമ്മൾ വാങ്ങിച്ചു. എത്ര 2, 4, 6, 8 ഡോണത്തിന് 19 റിങ്കറ്റാണ്. ക്രിസ്മസിൻ്റെ ഡെക്കറേഷനിലുള്ള ഡോണറ്റാണ്. കൊള്ളാം കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. സോ അങ്ങനെ നമ്മളെ ബാഗ് ചെക്ക് ഇൻ ചെയ്തു. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. വീണ്ടും ഒരു മെയിൽ വന്നു. ഫ്ലൈറ്റ് 1 മണിക്കൂറും കൂടെ ഡിലേ ആയിരുന്നു. 10:30 പോകായിരുന്ന ഫ്ലൈറ്റാണ്. 11:30 എന്ന് പറഞ്ഞ ആദ്യം. പിന്നെ വീണ്ടും ഇപ്പം മെയിൽ വന്നു. 12:30 ആയിരുന്നു. 4:45 ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. ഇനി വീട്ടിൽ പോയിട്ട് അവിടെ എത്തി വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചാണ്. എമ്മാരെ സമ്മതിക്കൂല. ഇവിടെ ആണെങ്കിൽ ഭയങ്കര വിലയും സാധനവും അത്ര പോരാ. സോ അങ്ങനെ നമ്മളെ ബോർഡിങ്ങും ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മുടെ സാധനമൊക്കെ സ്കാൻ ചെയ്ത് ഇവിടെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നമ്മളെ ഗേറ്റ് L8 ആണ്. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഗേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ L1 തൊട്ട് L22 വരെ ഉണ്ട്. ഭാഗ്യം L22 ആവാത്തത്. L8 നമ്മളെ ഫ്ലൈറ്റ് വരുമെന്ന് പറയുന്നത്. അവർ എസ്റ്റിമേറ്റ് ടൈം പറയുന്നത് 1 മണിയാണ്. മണിയാണെങ്കിൽ 12 ആയതേ ഉള്ളൂ. എന്തൊരു പാടാണോ എന്തോ. ഫ്ലൈറ്റ് വരുമോ അതോ ഇവിടെ കിടക്കേണ്ടി വരുമോ എന്നൊന്നും ഒരു പിടിയും ഇല്ല. ഓക്കെ, നമുക്ക് ഫ്ലൈറ്റ് വരുമോ എന്ന് വിശ്വസിച്ച് നമ്മുടെ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകാം. സോ നമ്മുടെ ഫ്ലൈറ്റ് ലേറ്റ് ആയത് കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് ബിരിയാണിയാണ്. ബിരിയാണി
റൈറ്റ്. പിന്നെ വെള്ളമുണ്ട്. മണിയാണെങ്കിൽ 12:52 ഇതുവരെ വണ്ടി എടുത്തിട്ടില്ല. നീ എപ്പോൾ എടുക്കുമെന്നൊരു പിടിയില്ല. സോ അങ്ങനെ 4:45 ചെക്കിനും എമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മളിവിടെ എത്തിയിട്ട് ഏകദേശം 1.5 മണിക്കൂറായി. എമിഗ്രേഷൻ ചെക്കിങ്ങിന് നല്ല തിരക്കായിരുന്നു. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് എല്ലാം കൂടെ എത്ര ചെലവായെന്ന് നോക്കാം. സോ ഇന്നലെ നമുക്ക് എല്ലാം കൂടി ചെലവായത് 143 റിങ്കറ്റ് ആണ്, എന്ന് പറയുമ്പോൾ ഒരു 2800 രൂപ. സോ നമ്മൾ തായ്ലൻഡ് മലേഷ്യ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കാം. അടുത്തൊരു ഇന്റർനാഷണൽ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, നവംബറിലായിരിക്കും. ഈ ട്രിപ്പിന്റെ കടമൊക്കെ തീർത്തിട്ടാണ് ഇനി അടുത്തൊരു ട്രിപ്പിന് പോകാൻ. അതുവരെ നമ്മുടെ സൊമാറ്റോ വ്ളോഗും അല്ലറ ചില്ലറ വ്ളോഗും എല്ലാം കൂടെ ചെയ്യാം. സോ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ കാണാം.